അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഇജെന്താ ഇവിടെ ഇന്റർവ്യൂവിന് എല്ലാ തക്കാലത്തിന് കൂടുവോ? ഈ കോളേജ് കണ്ട വിചാരിച്ചേ ഇജ് ഇന്റർവ്യൂവിനല്ല തക്കാലത്തിനേക്കാരെന്ന്. ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇച്ചിപ്പോൾ എന്തിനാ ആണ്ടി കയറി പോകണം? അവിടെ ചായം കടി കാണണമെന്നൊന്നുമല്ലോ. അല്ല ചെങ്ങായി, ഏതായാലും ഇങ്ങോട്ട് വന്നില്ലേ, നല്ല കോലത്തിലൊക്കെ വന്നൂടെ. മാത്രമല്ല ചെറുശ്ശേരി ഉസ്താദും ബാപ്പുട്ടി ഹാജിയൊക്കെ ഈ ചെറുശ്ശേരി ഉസ്താദിന് ബാപ്പുട്ടി ഉസ്താദിന് സ്ഥാപനത്തിൽ നമുക്ക് ഈ കോലത്തിൽ അങ്ങനെ വരാൻ തോന്നി. ഏതായാലും ഇപ്പോൾ ഇജ് ഇൻ്റർവ്യൂ ചെയ്താലേ തോന്നുന്നു. ഇജ് വെള്ളിയും വെള്ളം ഇട്ടുകാണ്ടേ 10-40 കുട്ടികളുടെ ഇടയ്ക്ക് കയറി ചെന്നാൽ എനിക്ക് കിട്ടും വലിയ ഉറപ്പുണ്ടാ? അതൊക്കെ മനസ്സ് വെച്ചിട്ടാണ്ട് കയറി വരണ്ടേ, ഇപ്പോൾ കിട്ടും. അല്ലേ ഇമ്മാതിരി ടഫ് ക്വസ്റ്റ്യൻസാ? അത്രക്കൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓരോ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ചോദിച്ചേ. ഇച്ചിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വേറില്ല, പിന്നെ ഓരോ അമേരിക്കൻ പ്രസിഡന്റ്. ഇൻ്റർവ്യൂ ആകുമ്പോൾ അതൊക്കെ നോക്കി പോകണം, അല്ലാതെ കോട്ടയൊക്കെ ഇട്ട് കയറി പോയാൽ അതൊന്നും കിട്ടൂല. എന്നാലും ഓർക്ക് കുറച്ച് മാറ്റത്തിലൊക്കെ ചോദിച്ചൂടെ? ഒരിക്കൽ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ചോദിച്ചൂടെ? അതിന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? നമ്മളെ മോദി. എടാ പൊട്ടാ, മോദി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. അതൊക്കെ എനിക്കറിയാം. ഞാൻ അന്നെ വെറുതെ ടെസ്റ്റ് ചെയ്തേണ്. അതൊക്കെ തിരിഞ്ഞിക്കണ്. എന്നോട് ഒരു ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദിച്ച്? എന്നോട് കുറേ ചോദിച്ചിക്കണേ. ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. എല്ലാത്തിനും ഉത്തരം പറഞ്ഞിക്കണോ? എല്ലാത്തിനും ഉത്തരം പറയണേ. ഇനി ഒരു ശരിയാണോ തെറ്റോ ഓരോട് തീരുമാനിച്ചട്ടെ. അത് ശരി. എനിക്കെന്നെ കണ്ടിട്ട് 28 കിലോ ഉള്ള പോലെ തോന്നുന്നുണ്ടാ? എന്താ അങ്ങനെ ചോദിച്ച്? ഞാൻ അങ്ങോട്ട് കയറി തന്നപ്പോൾ ഒരു മൊയിലാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മൊയിലാരാണെങ്കിലോ എന്നോട് വെയിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ 28 കിലോ എന്ന് പറഞ്ഞു. അപ്പം തുടങ്ങിയ മൊയിലാർ ശരിയാ, ഇപ്പോഴും നിന്നിട്ട്. അല്ല അയച്ചപ്പോൾ തന്നെ തിരിച്ചിന്. എടാ പൊട്ടാ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചേരം കാത്തിരിക്കാണ് പറഞ്ഞല്ല, അതിന് കിലോ പറയാനല്ല. അങ്ങനെയാണല്ലേ? അവിടെയും മൂഞ്ചി. അല്ല വല്ലതും നടക്കുവോ? ആര് നടക്കുവോന്ന്? ഇന്റർവ്യൂ പാസ്സാവോ? അതൊക്കെ എൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പുല്ല് പോലെ കിട്ടും. അത് പോട്ടെ, ഇന്റർവ്യൂ പാസ്സായിട്ട് എന്താ പരിപാടി? എനിക്കൊരു വലിയ ബിസിനസ്മാനായി 1935 റോളക്സ് വാച്ചും മസ്കിൻ്റെ ടെസ്ല കാറും അംബാനിൻ്റെ കൊട്ടാരം പോലത്തെ പോരിയും പിന്നെ ഒരു കീസയിലെ ഐഫോണും. എന്നിട്ട് ഞാൻ ചെത്തി നടക്കണം. ഇതെന്താ ബിസിനസ് കോളേജോ? അല്ലല്ലോ. എനിക്ക് സുബൈർ ഉസ്താദിനെയും ഷറഫുദ്ദീൻ ഉസ്താദിനെയും അറിയോ? ഓല് പഠിച്ച കോളേജ് അത്. ഓല് ഉത്തരേന്ത്യയിൽ പോയി മദ്രസ ഉണ്ടാക്കി ഖുർആനും നിസ്കാരം പഠിപ്പിച്ച് ദീൻ ഉണ്ടാക്കുക. എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയോ? അതൊക്കെ എനിക്കറിയാം. അതൊന്നും അറിയാത്ത കുട്ടികളാണ് അവിടെ ഉള്ളത്. അതല്ല ചെറുശ്ശേരി ഉസ്താദും ബാപ്പുട്ടി ഹാജിയോ സ്വപ്നം കണ്ടാലടാ നീ മുന്നിൽ കാണണ്ടേ? ആഗ്രഹമുണ്ട്, ബട്ട് ഒരു വാട്ടുമില്ല. ഏത് കാലാണ് പിന്നെ ഓണടിച്ച് മനുഷ്യനെ വെറുപ്പിച്ചണേ. അതിൻ്റെ പച്ചടാ നേരെ ഞാൻ പോവാ. എന്താ എൻ്റെ തീരുമാനം? കിട്ടട്ടെ, എന്നിട്ട് നല്ലൊരു ഉദവി വേണം. രണ്ടാൾക്ക് ഉദ്യോഗ തൗഫീഖ് കിട്ടുക. ആമീൻ.